എല്ലാവർക്കും നമസ്കാരം. എന്താണ് വേദാന്തം പഠിക്കാനുള്ള യോഗ്യത? ഒരിക്കൽ ഒരാൾ രമണ മഹർഷിയോട് ചോദിച്ചു, ഗുരു, എനിക്ക് വേദാന്തം പഠിക്കാൻ കഴിയുമോ? രമണ മഹർഷി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും കഴിയും. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, അത് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയും? രമണ മഹർഷിയുടെ മറുപടി വളരെ ലളിതമായിരുന്നു. കാരണം നിങ്ങൾ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദിവസവും ഞാൻ എന്ന പദം ഉപയോഗിച്ച് എത്ര വാക്കുകൾ പറയുന്നു. ഞാൻ സന്തോഷവാനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഞാൻ ആരാണ് എന്ന്? ഈ ഒരു ചോദ്യമാണ് രമണ മഹർഷിയുടെ വളരെ പ്രശസ്തമായ ആത്മവിചാര മാർഗത്തിന്റെ അടിസ്ഥാനം. രമണ മഹർഷി എല്ലാവരോടും ഞാൻ ആര് എന്ന ചോദ്യം ചോദിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഈ ഞാൻ എന്നതിൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ അന്വേഷണമാണ് അദ്വൈത വേദാന്തം. പക്ഷേ ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വേദാന്തം പഠിക്കാനുള്ള യോഗ്യത എന്തെല്ലാമാണ്? വേദാന്തം പഠിപ്പിക്കാനുള്ള യോഗ്യത എന്തെല്ലാമാണ്? ഇന്നത്തെ ഈ വീഡിയോയിൽ ആരാണ് ഗുരു, ആരാണ് ശിഷ്യൻ എന്നതിനെക്കുറിച്ച് വേദാന്തം നൽകുന്ന വിശദീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 6ാമത്തെ വീഡിയോ ആണ്. പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗുരു ശിഷ്യ യോഗ്യതകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളായിട്ടാണ് വരുന്നതെങ്കിൽ സ്വാഗതം. നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് പ്രധാന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ വേദാന്തത്തിന്റെ 9 അടിസ്ഥാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതാണ് വേദാന്തത്തിന്റെ അടിത്തറ. ഈ അടിസ്ഥാനമാണ് ആത്മജ്ഞാനത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ തുടക്കം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദാന്ത ദർശനത്തിന്റെ 3 ഗ്രന്ഥങ്ങൾ, പ്രസ്ഥാനത്രയം, വേദാന്തത്തിന്റെ പരമ്പരാഗതമായ പഠന രീതി, അവസാനമായി ആത്മീയ യാത്രയ്ക്ക് വേണ്ട അടിസ്ഥാനങ്ങൾ എല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വേദാന്തം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട പ്രധാനപ്പെട്ട 4 യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വേദാന്തം ഇതിനെ സാധന ചതുഷ്ടയം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സാധാരണയായി ജീവിതത്തിൽ ഏത് കാര്യത്തിന് പോകുമ്പോഴും അതിനാവശ്യമായ യോഗ്യതകൾ ചോദിക്കാറുണ്ട്. അതുപോലെ വേദാന്തം പഠിക്കാനും 4 യോഗ്യതകൾ വേണം. പ്രിയമുള്ളവരെ, ഇത് കേട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഈ 4 യോഗ്യതകളും നമ്മളിൽ എല്ലാവരും കുറേശ്ശെ ആയിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ ഈ യോഗ്യതകൾ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും. അതിലെ ആദ്യത്തേതാണ് വിവേകം. വിവേകം എന്നാൽ വേർതിരിച്ച് അറിയാനുള്ള കഴിവ്. അടുത്തത് വൈരാഗ്യം. വൈരാഗ്യം എന്നാൽ ലോക സുഖങ്ങളിലുള്ള അമിത ആസക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അടുത്തത് ഷട്ട് സമ്പത്ത്. ഷട്ട് എന്നാൽ 6, സമ്പത്ത് എന്നാൽ സമ്പത്ത് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരു ആത്മീയ അന്വേഷകൻ മനസ്സിനെ പാകപ്പെടുത്തുന്ന 6 പ്രധാനപ്പെട്ട സാധനകൾ. അവസാനമായി മുമുക്ഷുത്വം, മോക്ഷം നേടണമെന്ന തീവ്രമായ ആഗ്രഹം. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായി നോക്കാം. ആദ്യത്തേത് വിവേകം. നമ്മൾ നേടിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണിത്. വിവേകം എന്നാൽ കൂടിച്ചേർന്ന് കിടക്കുന്നതിനെ വേർതിരിച്ച് എടുക്കാനുള്ള കഴിവ്. ഒരു ശാസ്ത്രീയമായ ഉദാഹരണമുണ്ട്. നിങ്ങൾ മണലും പഞ്ചസാരയും കൂട്ടി മിക്സ് ചെയ്തൊരു പാത്രത്തിൽ വെച്ചു എന്ന് സങ്കല്പിക്കൂ. എന്നാൽ ഒരു ഉറുമ്പിന് ആ മിശ്രിതത്തിൽ നിന്ന് വിവേചന ശക്തി ഉപയോഗിച്ച് പഞ്ചസാര മാത്രം വേർതിരിച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സത്യവും മിഥ്യയും വേർതിരിച്ച് അറിയാനുള്ള നമ്മുടെ കഴിവാണ് വിവേകം. ഇനി എന്താണ് വേർതിരിക്കേണ്ടത്? വേദാന്തം പറയുന്നു, നിത്യ അനിത്യ വസ്തു വിവേകം. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും 2 ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു, നിങ്ങളടക്കം. ഒന്ന് താൽക്കാലികമാണ്, മറ്റൊന്ന് ശാശ്വതമാണ്. അതിലെ ഒരു ഘടകം മരിക്കുന്നതാണ്, എന്നാൽ ഒരു ഘടകം മരണമില്ലാത്തതാണ്. ഒരു ഘടകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ഒരു ഘടകം മാറാതെ നിലനിൽക്കുന്നു. ഇനി ഒരു ഘടകം സത്യമാണ്, എന്നാൽ ഒരു ഘടകം മിഥ്യയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാൻ എന്നത് മിഥ്യയാണ്, എന്നാൽ ഒരു ഞാൻ എന്നത് സത്യമാണ്. എന്നാൽ ഇവിടെ വിവേകം എന്താണ് ചെയ്യുന്നത്? ഈ വസ്തുക്കളെ വേർതിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. വേദാന്തത്തിൽ ഒരുപാട് വിവേകങ്ങളുണ്ട്.
ഭാവിയിലെ വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അപ്പോൾ നമുക്ക് വേദാന്തം പഠിക്കാൻ വേണ്ട ആദ്യത്തെ യോഗ്യത ഈ വിവേചന ശക്തിയാണ്. സത്യവും മിഥ്യവും, ആത്മ അനാത്മ, അങ്ങനെ ഒരുപാട് വിവേകങ്ങളുണ്ട്. നമുക്കതിനെക്കുറിച്ച് ഭാവിയിൽ മനസ്സിലാക്കാം. അടുത്തത് വൈരാഗ്യം. വൈരാഗ്യം എന്നാൽ മലയാള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ശത്രുത, വിരോധം, അതെല്ലാമാണ് മലയാള അർത്ഥം. എന്നാൽ സംസ്കൃതത്തിലെ അർത്ഥം വിഗതഃ രാഗം എന്ന് പറയുന്നു. രാഗം എന്നാൽ ബാഹ്യ വസ്തുക്കളോടുള്ള ആസക്തിയാണ്. വിഗതഃ എന്നാൽ ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ബാഹ്യ വസ്തുക്കളോടുള്ള ആസക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് വൈരാഗ്യം. അത് എങ്ങനെ ആയിരിക്കണമെന്ന് വേദാന്തം പറയുന്നു? വിവേകജന്യ വൈരാഗ്യം. വിവേകത്തിൽ നിന്നായിരിക്കണം ആ വൈരാഗ്യം ഉണ്ടാകേണ്ടത്. നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണം ഒന്നുകൂടി നോക്കാം. നമ്മൾ മനസ്സിലാക്കി, ഒരു മനുഷ്യ ജീവിതം അല്ലെങ്കിൽ ഏതൊരു വസ്തുവും ഈ ലോകത്ത് രണ്ട് ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ശാശ്വതമായ ഘടകവുമുണ്ട്, നശിച്ചു പോകുന്ന ഘടകവുമുണ്ട്. അപ്പോൾ വിവേകത്തിലൂടെ നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ താൽക്കാലികമായ ഘടകങ്ങളോട് ഒരു വിരക്തി വരണം. മാത്രവുമല്ല, ശാശ്വതമായ ഘടകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹവും നമ്മളിൽ വരണം. ഇതാണ് വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ബാഹ്യമായ സുഖങ്ങളും വസ്തുക്കളും നമുക്ക് ശാശ്വതമായ സന്തോഷം തരില്ല. മറിച്ച് നമ്മുടെ സ്വരൂപമാണ് നിത്യമായ സന്തോഷത്തെ തരുന്നത്. ഈ സത്യം നിങ്ങൾ വിവേകത്തിലൂടെ മനസ്സിലാക്കി എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ പിന്നെ ശാശ്വതമല്ലാത്ത സുഖങ്ങളോട് നിങ്ങൾക്ക് വിരക്തി തോന്നും. അതാണ് വൈരാഗ്യം. അടുത്തത് ഷഡ് സമ്പത്ത്. ഷഡ് എന്ന വാക്കിന്റെ അർത്ഥം 6 എന്നാണ്. സമ്പത്ത് എന്നാൽ സമ്പാദ്യം തന്നെയാണ് അർത്ഥം. ഒരു വ്യക്തി ഉണ്ടാക്കിയെടുക്കേണ്ട 6 സമ്പത്തുകളാണ് ഇത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സാധന ചതുഷ്ടയം വളരെ ചുരുക്കിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ 2 വീഡിയോകൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആത്മജ്ഞാനത്തിന് വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്ന 6 മഹത്തായ ഗുണങ്ങളാണിത്. ഇതിനെ ശമാധി ഷഡ്ക സമ്പത്തി എന്നാണ് വേദാന്തത്തിൽ പറയുന്നത്. നമുക്ക് 6 ഗുണങ്ങൾ ചുരുക്കത്തിലൊന്ന് നോക്കാം. ആദ്യത്തേത് ക്ഷമ. ക്ഷമ എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ കഴിവാണ്. പ്രിയമുള്ളവരെ, ഈ പറയുന്ന 6 ഗുണങ്ങളും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതല്ല. നമ്മൾ നിരന്തര പ്രയത്നത്തിലൂടെ വളർത്തിയെടുക്കേണ്ട ഗുണങ്ങളാണിത്. അപ്പോൾ ആദ്യത്തേത് മനോനിയന്ത്രണം. അടുത്തത് ദമ. ദമ എന്നാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, സെൻസ് കൺട്രോൾ എന്നാണ്. മൂന്നാമത്തേത് ഉപരതി. ഉപരതി എന്നാൽ ബാഹ്യ വസ്തുക്കളിൽ നിന്നുള്ള ശ്രദ്ധ ഉള്ളിലേക്ക് തിരിക്കലാണ്. ഇതിൽ ക്ഷമയും ദമയും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഉപരതി താനെ ഉണ്ടാവുന്നതാണ്. നാലാമത്തേത് തിദിക്ഷ. തിദിക്ഷ എന്നാൽ നമുക്ക് ഒരുപാട് വെല്ലുവിളികളും സുഖദുഃഖങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. ഇതിനെയെല്ലാം സമചിത്തതയോടെ നേരിടാനുള്ള നമ്മുടെ കഴിവാണ്. അഞ്ചാമത്തേത് ശ്രദ്ധ. പ്രിയമുള്ളവരെ, ശ്രദ്ധയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുരുവാക്യത്തിലും വേദാന്ത വാക്യത്തിലുമുള്ള നമ്മുടെ വിശ്വാസം. അവസാനമായി സമാധാനം. സമാധാനം എന്ന മലയാള അർത്ഥമല്ല, മറിച്ച് സംസ്കൃത അർത്ഥം ഏകാഗ്രത, ഫോക്കസ്. ഈ 6 ഗുണങ്ങൾ ആത്മജ്ഞാനം സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ഇനി നമുക്ക് 4ാമത്തെ യോഗ്യത നോക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയായ മുമുക്ഷുത്വം. മോക്ഷ ഇച്ഛ എന്നാണ് വിളിക്കുന്നത്. അതായത് മോക്ഷം നേടണമെന്നുള്ള തീവ്രമായ ആഗ്രഹം. ഇത് വെറും സന്തോഷം ലഭിക്കാനുള്ള ആഗ്രഹമല്ല, മറിച്ച് അജ്ഞാനത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പൂർണ്ണമായി മോചനം നേടാനുള്ള ശക്തമായ ആഗ്രഹമാണ്. മുമുക്ഷുത്വം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരും. ഞാൻ ആരാണ്? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം? എനിക്ക് ദുഃഖങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടാൻ സാധിക്കുമോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടി തുടങ്ങിയെങ്കിൽ മുമുക്ഷുത്വം എന്ന യോഗ്യത ഉണ്ടായി എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. ഈ 4 യോഗ്യതകളും നിങ്ങൾ ഒരു പരിധി വരെ വളർത്തിയെടുത്തു എന്ന് സങ്കല്പിക്കൂ. ഇനി എന്താണ് സംഭവിക്കുക? പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ കണ്ട ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടാൻ തുടങ്ങും. സത്യത്തിൽ നിങ്ങളുടെ തല ശരിക്കും പുകയാൻ തുടങ്ങും. വേദാന്തത്തിലും ഇതുപോലെ തന്നെ പറയുന്നു. വേദാന്തം പറയുന്നു, സാധന ചതുഷ്ടയം നേടിയ ഒരാൾ ഏതുപോലെയായിരിക്കും? പ്രദീപ്ത ശിര ജലരാശിമിവ എന്ന് പറയുന്നു. അതായത് തലയ്ക്ക് തീ പിടിച്ച ഒരാൾ വെള്ളത്തെ അന്വേഷിച്ച് പോകുന്നത് പോലെ ആയിരിക്കും. ഒരു ഗുരുവിനെ അന്വേഷിക്കാൻ സാധന ചതുഷ്ടയം നേടിയ ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. തലയ്ക്ക് തീ പിടിച്ച ഒരാളെ നിങ്ങളൊന്ന് സങ്കല്പിക്കൂ. അദ്ദേഹം ജലാശയത്തെ എത്ര വേഗത്തിൽ അന്വേഷിക്കുന്നുവോ അതുപോലെ സാധന ചതുഷ്ടയം നേടിയ ഒരാൾ ഗുരുവിനെ അന്വേഷിക്കുന്നു. കാരണം നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു ഗുരുവിനും ശാസ്ത്രങ്ങൾക്കും മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെയും ഒരു പ്രധാന പ്രശ്നമുണ്ട്.
എന്താണ് ആ പ്രശ്നം? നിങ്ങൾ എങ്ങനെ ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തും? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഗുരുക്കന്മാർ ഉണ്ട്. എന്നാൽ ഇവിടെയും ഉപനിഷത്തുക്കൾ നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. മുണ്ടക ഉപനിഷത്ത് പറയുന്നത് തത് വിജ്ഞാനാർത്ഥം സഗുരും ഏവ അഭിഗച്ഛേത് സമിത് പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഈ ശ്ലോകത്തിന്റെ ചുരുക്കമായ അർത്ഥം എന്താണെന്നെങ്കിൽ, ബാഹ്യമായ വസ്തുക്കൾ നിത്യമായ സന്തോഷം തരില്ല എന്ന വിവേകത്തിൽ നിന്ന്, മുമുക്ഷുത്വത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഗുരുവിനെ അന്വേഷിക്കാൻ ആരംഭിക്കും. അപ്പോൾ ഒരു ഗുരുവിന് വേണ്ട 3 യോഗ്യതകളെ കുറിച്ച് ഈ ശ്ലോകം പറയുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്വൈത വേദാന്തത്തിൽ ഒരു യഥാർത്ഥ ഗുരുവിന് 3 പ്രധാന യോഗ്യതകൾ പറയുന്നു. ആദ്യത്തേത് ശ്രോത്രിയം, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കൾ, പ്രസ്ഥാനത്രയം എന്നിവയിൽ ആഴത്തിലുള്ള അറിവ്. രണ്ടാമത്തേത് ബ്രഹ്മനിഷ്ഠം, ആത്മ സാക്ഷാത്കാരം നേടി ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ, അതായത് ഒരു റിയലൈസ്ഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻഡ് ആയ ആൾ. മൂന്നാമത്തേത് സമ്പ്രദായ വിത്ത്, വേദാന്തം പഠിപ്പിക്കുന്ന പരമ്പരാഗത രീതിയും സമ്പ്രദായവും കൃത്യമായി അറിയുന്ന ആൾ. ഇനി നമുക്ക് ഇവ ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തെ യോഗ്യതയാണ് ശ്രോത്രിയം. ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച ആളല്ല ശ്രോത്രിയൻ, അല്ലെങ്കിൽ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കിയ ആളുമല്ല. എന്നാൽ യോഗ്യനായ ഒരു ഗുരുവിന്റെ കീഴിൽ പരമ്പരാഗത രീതിയിൽ വേദാന്തം പഠിച്ച വ്യക്തിയെയാണ് ശ്രോത്രിയൻ എന്ന് പറയുന്നത്. ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്നിവയുടെ പരമ്പരാഗത വ്യാഖ്യാനങ്ങൾ അദ്ദേഹം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ യോഗ്യതയാണ് ബ്രഹ്മനിഷ്ഠം. ഒരു ഗുരുവിന്റെ ഏറ്റവും മഹത്തായ യോഗ്യതയാണിത്. ശാസ്ത്രങ്ങൾ പഠിച്ചാൽ ആർക്കും പണ്ഡിതനാകാം, ശ്രോത്രിയനാകാം. എന്നാൽ ആത്മജ്ഞാനിയാവണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ബ്രഹ്മനിഷ്ഠൻ എന്നത് ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന സത്യം നേരിട്ടറിഞ്ഞ് ആ അറിവിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആത്മസാക്ഷാത്കാരം നേടിയ ആളാണ്. അദ്ദേഹത്തിന്റെ അറിവ് വെറും ബുദ്ധിയുടെ തലത്തിലുള്ള അറിവല്ല, അത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവമായി മാറിയിട്ടുണ്ടാകും. ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ ലഭിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. മൂന്നാമത്തെ യോഗ്യതയാണ് സമ്പ്രദായ വിത്ത്. ഇതിന്റെ അർത്ഥം വേദാന്തം പഠിപ്പിക്കുന്ന പരമ്പരാഗത രീതിയെ കൃത്യമായി അറിയുന്ന വ്യക്തി എന്നാണ്. സത്യം അറിയുക എന്നുള്ളത് ഒരു കാര്യമാണ്, എന്നാൽ അതിനെ മറ്റൊരാൾക്ക് ശരിയായ രീതിയിൽ പഠിപ്പിക്കുക എന്നത് വേറെ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അദ്വൈത വേദാന്തത്തിന് വളരെ കൃത്യമായ ഒരു പാഠ്യക്രമമുണ്ട്. ശ്രവണ, മനന, നിധിധ്യാസനം ഓരോ ഘട്ടത്തിലും പഠിപ്പിക്കേണ്ട ഗ്രന്ഥങ്ങളും ഉണ്ട്. ഈ പഠനക്രമം ഉള്ളതുകൊണ്ടാണ് ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വേദാന്തം ആയിരക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ കൈമാറ്റപ്പെടുന്നത്. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ ഈ യോഗ്യതയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മൾ ഒരു ശിഷ്യന്റെ 4 യോഗ്യതകൾ മനസ്സിലാക്കി. സാധന ചതുഷ്ടയം. ഒരു ഗുരുവിന്റെ 3 യോഗ്യതകളും നമ്മൾ കണ്ടു. എന്നാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ഇതിനെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകമാണിത്. ഒരു ഗുരുവിൽ നിന്ന് ആത്മവിദ്യ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നു. ശ്ലോകം ഇതാണ്: തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിന്റെ അവസാന വരി നോക്കൂ. ജ്ഞാനിന തത്വദർശിനഃ എന്ന് പറയുന്നു. ജ്ഞാനി എന്നാൽ നിങ്ങൾക്കറിയാം, അറിവ് നേടിയ ആൾ, അത് ശ്രോത്രിയനാണ്. തത്വദർശിനി എന്ന് പറഞ്ഞാൽ, തത്വം എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ്. സത്യത്തെ മനസ്സിലാക്കിയ ആൾ, അതായത് ബ്രഹ്മനിഷ്ഠൻ. അപ്പോൾ ഒരു ശ്രോത്രിയവും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിൽ നിന്ന് അർജുന നീ എന്ത് ചെയ്യണം? ഉപദേക്ഷ്യന്തി. ഈ ഗുരുക്കന്മാരെല്ലാം കൃപാലുക്കളാണ്. അവര് ഉപദേശിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. എന്താണ് അവർ ഉപദേശിക്കുന്നത്? തേ ജ്ഞാനം, അവരുടെ കയ്യിലുള്ള ആത്മജ്ഞാനം. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ജ്ഞാനം പോലെയല്ല, നമ്മൾ നേടാൻ പോകുന്നത് ആത്മജ്ഞാനമാണ്. അപ്പോൾ അത് വ്യക്തമായി ഉള്ള ഒരു ഗുരുവിനെ തന്നെ നമ്മൾ സമീപിക്കണം. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ 3 വഴികളിലൂടെ ഒരു ഗുരുവിനെ സമീപിക്കണം എന്ന് പറയുന്നു. ഇനി ഈ ശ്ലോകത്തിന്റെ ആദ്യ അക്ഷരം നോക്കൂ. തത് വിദ്ധി. അർജുന, അത് നീ മനസ്സിലാക്കണം. ഈ ആത്മജ്ഞാനം നീ മനസ്സിലാക്കണം. എങ്ങനെ? ആദ്യത്തേത് പ്രണിപാതേന.
പ്രണിപാതന എന്നാൽ വിനയത്തോടെ ഗുരുവിനെ സമീപിക്കണം. എന്നാൽ ഇവിടെ പ്രണിപാതനത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മൾ ആദ്യം കണ്ട ശ്രദ്ധ, ഒരു വിശ്വാസത്തോടെ ശ്രദ്ധയോടെ വേണം ഒരു ഗുരുവിനെ സമീപിക്കാൻ. ഇനി എന്ത് ചെയ്യണം? പരിപ്രശ്നേന എന്ന് പറഞ്ഞാൽ ചോദ്യം ഉത്തരം. നിങ്ങളുടെ സംശയങ്ങൾ ചോദ്യങ്ങളിലൂടെ ദൂരീകരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും എല്ലാം നമ്മളെ ചോദ്യം ചോദിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ഭഗവത്ഗീത അല്ലെങ്കിൽ ഉപനിഷത്ത് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ബ്രഹ്മമാവും, ഞാൻ എങ്ങനെ ഈശ്വര തുല്യനാവും, ഞാൻ ആരാണ്, എങ്ങനെ എൻ്റെ ദുഃഖം പൂർണ്ണമായി നീക്കാൻ കഴിയും, അതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഒരിക്കലും ഗുരുവിനെയും ശാസ്ത്രത്തെയും അന്ധമായി വിശ്വസിക്കാൻ ഒരിടത്തും പറയുന്നില്ല. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ വ്യക്തമായി പറയുന്നു, പരിപ്രശ്നേന, ചോദ്യ ഉത്തരങ്ങളിലൂടെ നിങ്ങൾ ഈ ജ്ഞാനം നേടണം. അവസാനമായി സേവയ, അതായത് സേവ എന്ന വാക്കിന് സർവീസ് എന്നാണ് അർത്ഥം. എന്നാൽ ഈ സന്ദർഭത്തിൽ സേവ എന്ന വാക്കിന്റെ അർത്ഥം ധ്യാനത്തിലൂടെ എന്നാണ്. അതായത് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ, ആത്മജ്ഞാനം പകർന്നു തരുന്ന ഒരു ഗുരുവിന് നിങ്ങൾ എന്ത് സേവയാണ് നൽകുക? ആ ഗുരുവിന് ഒന്നിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ആ ഗുരു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് ആത്മജ്ഞാനം നേടുക. അതാണ് ഒരു ഗുരുവിന് നിങ്ങൾ നൽകാവുന്ന ഏറ്റവും വലിയ സേവ. ഇനി നിങ്ങൾ ഈ ശ്ലോകം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഓരോ സ്റ്റെപ്പിലും ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറയുന്നത് എന്താണ്? ശ്രവണം, മനനം, നിധിധ്യാസനം. ആദ്യത്തേത് പ്രണിപാതേന ശ്രവണം, രണ്ടാമത്തേത് പരിപ്രശ്നേന, ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളുടെ സംശയങ്ങൾ നിവാരണം, അത് മനനം. അവസാനമായി സേവയ, ഗുരു പറയുന്ന രീതിയിൽ ധ്യാനിക്കുകയും ആത്മജ്ഞാനം നേടാൻ വേണ്ടി പ്രയത്നിക്കുകയും ഈ അറിവുകളെ സ്വന്തം അനുഭവത്തിൽ കൊണ്ടുവരാനും ഒരു വിദ്യാർത്ഥി ശ്രമിക്കണം. അതാണ് നിധിധ്യാസനം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം എന്നത് വെറും ഒരു തത്വചിന്തയല്ല, അത് ജീവിക്കുന്ന ഒരു ഗുരു ശിഷ്യ പരമ്പരയാണ്. നമ്മൾ ഒരു ശിഷ്യന്റെ യോഗ്യതകൾ, സാധന ചതുഷ്ടയം നമ്മൾ മനസ്സിലാക്കി. ഈ സാധന ചതുഷ്ടയം നമ്മളിൽ ഓരോരുത്തരിലും ഓരോ അളവിൽ ഉണ്ടായിരിക്കും. നിരന്തര പ്രയത്നം എന്നത് ഇവിടെ അനിവാര്യമാണ്. ഇനി ഒരു ഗുരുവിന് വേണ്ട 3 യോഗ്യതകളും നമ്മൾ മനസ്സിലാക്കി. ശ്രോത്രിയം, ബ്രഹ്മനിഷ്ഠം, സമ്പ്രദായവിത്ത്. അപ്പോൾ ഒരു യോഗ്യനായ ശിഷ്യൻ ഒരു യോഗ്യനായ ഗുരുവിനെ സമീപിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ശാസ്ത്രത്തിന്റെ സഹായത്തോടെ യഥാർത്ഥ രൂപം തിരിച്ചറിയാൻ വേണ്ടി. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ തിരിച്ചറിവ് അല്ലെങ്കിൽ ആ കണ്ടെത്തൽ നമ്മൾ സ്വയമാണ് ചെയ്യേണ്ടത്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ദാഹമുണ്ട്, വെള്ളം കിണറിലാണ് ഉള്ളത്. ഒരിക്കലും കിണറിലെ വെള്ളം നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. നിങ്ങൾ അവിടെ പോയി അത് കോരി കുടിക്കാനുള്ള ഒരു അർപ്പണ മനോഭാവം കാണിക്കണം. ഇതേപോലെ വേദാന്തജ്ഞാനം നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നമ്മൾ സാധന ചതുഷ്ടയത്തിലൂടെ മുമുക്ഷുത്വം നേടി മോക്ഷത്തിന് വേണ്ടി പ്രയത്നിച്ച് ആ അറിവുകൾ നമ്മൾ സ്വായത്തമാക്കണം. നമ്മുടെ മോക്ഷം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.